നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കൂടുതൽ അവകാശങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ നിതീഷ് കുമാർ ഒരുപാട് തവണ ശ്രമിച്ചതാണ്. എന്നാൽ നിതീഷ് കുമാർ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടി ഒരു ക്യാബിനറ്റ് വകുപ്പ് കൊടുക്കാം. അങ്ങനെ വന്നാൽ സുപ്രധാനമായ ഏത് വകുപ്പ് ചോദിച്ചാലും അതിൽ പ്രധാനപ്പെട്ട ആഭ്യന്തരം, ധനകാര്യം, വിദേശകാര്യം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ 6 ഒഴിച്ച് ബാക്കി ഏത് ചോദിച്ചാലും കൃത്യമായി നിതീഷ് കുമാറിന് കൊടുക്കാം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്യാബിനറ്റ് റീഷഫിൾമെന്റ് വേണമെങ്കിലും നടത്താം. എന്നാൽ പോലും ബീഹാറിൽ ഇനി മുഖ്യമന്ത്രി പദവി കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഔദ്യോഗികമായി തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്കറിയാം, ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മുഖ്യമന്ത്രിയാകാം എന്ന പ്രതീക്ഷയോടെയാണ് നിതീഷ് കുമാർ BJPയുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതേ BJP തന്നെ പറയുന്നു, നിതീഷ് കുമാറിന് ഇനിയും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ മാത്രം ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ അതിന് മാത്രം മണ്ടനല്ല, രാഷ്ട്രീയത്തിനകത്ത് പാലിക്കേണ്ട മാന്യതയുണ്ട് എന്നാണ് BJP ഇപ്പോൾ നിതീഷിനോട് പറഞ്ഞിരിക്കുന്നത്. നിതീഷിന് 48 MLA ഉള്ളൂ, ഞങ്ങൾക്ക് 84 ഉണ്ടെന്നാണ് BJPയുടെ അവകാശവാദം. നിലവിൽ നിതീഷ് കുമാറിന്റെ ക്യാബിനറ്റ് വികസനത്തിൽ 6 മന്ത്രിസ്ഥാനവും BJPക്കാണ് പോയത്. അതിൽ തന്നെ കടുത്ത അസ്വസ്ഥനാണ് അദ്ദേഹം. ഇത്തരത്തിൽ വരുമ്പോൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടിയും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും പറയുന്നത് ഐക്യ ജനതാദളില്ലെങ്കിലും BJPക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിയും, അവരെ എന്തിനാണ് കൂടെ കൂട്ടുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ ചിരാഗ് പാസ്വാനും ജിതൻ റാം മഞ്ചിയും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അവർ പറയുന്നത് ഐക്യ ജനതാദൾ ഒരു വലിയ ശക്തിയൊന്നുമല്ല, RJDയുടെ അത്ര വലിയ ശക്തിയല്ല, അവർക്ക് വോട്ട് ബാങ്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഐക്യ ജനതാദളിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 12 സീറ്റുകൾ കണ്ട് അവർക്ക് വിട്ടുവീഴ്ച ഒന്നും കൂടുതൽ നൽകരുത് എന്ന ആവശ്യം ഈ 2 നേതാക്കളും ഒരേ തോതിൽ തന്നെ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടുമ്പോൾ അത് പുതിയ വഴിത്തിരിവിലേക്ക് മാറുകയാണ്. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ബീഹാർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം തല വെച്ചു കൊടുക്കില്ല. എന്നാൽ വളരെ പതുക്കെ തന്നെ RJDയുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാൽ കോൺഗ്രസ് കൃത്യമായി ലാലു പ്രസാദ് യാദവിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഐക്യ ജനതാദളിന് അത്തരത്തിൽ ഒരു സാധ്യത കൊടുക്കരുത്. നിതീഷ് കുറുക്കന്റെ ബുദ്ധി കാണിച്ച് എപ്പോഴും സ്വന്തം നേട്ടത്തിനായി മറ്റുള്ളവരെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ലാലു പ്രസാദ് യാദവിന്റെ മക്കളെ അഴിമതിക്കാരാണെന്നും ജംഗിൾ രാജാണെന്നും മന്ത്രിസഭ പിരിച്ചുവിട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ വ്യക്തിയാണ്.